ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പോണത് ചിറ്റിലപ്പള്ളിക്കാണ്, കാക്കനാട്. അങ്ങനെ മീറ്റിങ്ങിന് ഏകദേശം അവിടെ എത്തി. നല്ല മഴ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നേരത്തെ കാലത്ത് അവിടെ എത്താൻ പറ്റി. മീറ്റിംഗ് ആരംഭിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കോഫിയെല്ലാം കുടിച്ച് നമ്മൾ നേരെ ലൊക്കേഷൻ കാണാനായിട്ട് പോയി. ലൊക്കേഷൻ എടപ്പള്ളിയാണ്. അങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് നേരെ ലൊക്കേഷനിലെത്തി. ലൊക്കേഷനിലാണെങ്കിൽ അടിപൊളി വൈബ്, നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനായിട്ട്. നല്ല സൂപ്പർ സ്ഥലമായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഈ ആഡിൻ്റെ ഷൂട്ടൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ, നമുക്കവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ ഔട്ട്സൈഡ് സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പ്രൊഡക്ഷൻ കൺട്രോളിൽ കിച്ചുവേട്ടനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. അങ്ങനെ റിനീഷ് ഞാനും ഏകദേശം കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ സംഭവം ക്ലിയർ ആക്കി. അങ്ങനെ അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തിരിച്ച് ചിറ്റിലപ്പള്ളിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ചിറ്റിലപ്പള്ളിയാണ് നമ്മളെ മെയിൻ ലൊക്കേഷൻ. മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനങ്ങളെ ഷൂട്ട് ചെയ്യാനുള്ളൂ. അവിടെയാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഈ ഷൂട്ടിങ്ങിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ മീറ്റിംഗ്, കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. കാരണം എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൃത്യമുള്ള പ്ലാനിലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചിറ്റിലപ്പള്ളി എത്തി. മെയിൻ ഷൂട്ട് ചിറ്റിലപ്പള്ളി തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറേ പോർഷൻസ് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഏകദേശം സെറ്റായതിനു ശേഷം ഫുഡ് കഴിക്കാനായിട്ട് നേരെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. ഇവിടുത്തെ ഫുഡൊക്കെ കിടിലമാണെന്ന് പറഞ്ഞിട്ട് സ്ഥിതിക്ക് ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് സെറ്റായി എല്ലാവരും. പിന്നെ അടിപൊളിയായിട്ടൊരു ഗ്രീൻ ടീയും കുടിച്ച് കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്നു ഇങ്ങനെ ഇരുന്നിക്കാൻ വേണം. എന്നാൽ പിന്നെ സ്വിഗ്ഗി ഓടാന്ന് വിചാരിച്ച് നേരെ സ്വിഗ്ഗി ഓടാനായിട്ട് പോയി. അപ്പോൾ ബൈ.